നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരള PSCയുടെ ഉദ്യോഗാർത്ഥികളെല്ലാം കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന ഒരു പേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറാൻ വേണ്ടി സാധിക്കുന്നില്ലായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളുടെ മുൻപ് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു പേജിലോട്ട് കയറിയിട്ടുണ്ടാവും. അത് ഏത് ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കയറിയത് ആ ഒരു ബ്രൗസർ ആദ്യം എടുക്കുക. അപ്പോൾ ക്രോം ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഫയർഫോക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ബ്രൗസർ എടുക്കുക. അതിനു മുൻപായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലെ ഹിസ്റ്ററി, ഇപ്പോൾ ക്രോമൊക്കെ ആണെങ്കിൽ മുകളിൽ ഒരു 3 കുത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററിയിൽ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളിവിടെ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ തുളസി എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മുൻപ് അതായത് നിങ്ങൾ എന്ന് മുതലാണോ കേരള PSC സൈറ്റിലേക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കയറാൻ വേണ്ടി തുടങ്ങിയത് അന്ന് മുതലുള്ള സെർച്ച് ഹിസ്റ്ററി, തുളസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെർച്ച് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെർച്ച് ഹിസ്റ്ററിയൊക്കെ ക്ലിയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ മാസം ലോഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒക്ടോബർ മാസം ലോഗിൻ ചെയ്തിട്ടുള്ള ഒരു ലിങ്കിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് കേരള PSCയുടെ തുളസി പേജിലേക്കുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിന്നായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. ഞാൻ ടെലഗ്രാം ചാനലിൽ മുൻപ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. ടെലഗ്രാമിൻ്റെ ലിങ്ക് കൂടി ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ലോഗിൻ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ലോഗിനിലൊക്കെയാണ് പോയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻവാലിഡ് യൂസർ നെയിം എന്ന കാര്യം വരുന്നത്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തുളസി പേജിലല്ല ലോഗിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ഒരു പേജ് വരുന്നത്. ഈ ഒരു പേജ് നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു പേജിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.